മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ സുമ ഉണ്ണികൃഷ്ണൻ. ഡ്രീം ഡ്രേപ്സ് എന്ന ഒരു സൽവാസ് ആൻഡ് സാരീസിൻ്റെ ഒരു ഓൺലൈൻ വെഞ്ചർ നടത്തുന്നു. റീസെൻ്റായിട്ട് തുടങ്ങിയൊരു വെഞ്ചറാണ് ഓൺലൈനിൽ. അത് ഡ്രീം ഡ്രേപ്സിൽ സാരീസ് സൽവാസും കുറേശ്ശെ ഞാൻ എടുത്ത് അത് ഓൺലൈൻ സെയിലാണ് നടത്തുന്നത്. എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വെഞ്ചർ. വെറുതെ വീട്ടിലിരുന്ന് ടൈം കളയുമ്പോൾ ഒരു എന്തെങ്കിലും ജസ്റ്റ് ടു കീപ്പ് മീ ഓക്യുപ്പൈഡ് എന്തെങ്കിലും ഒരു വെഞ്ചർ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രീം ഡ്രേപ്സ് അത് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു സ്വപ്നമായിരുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം അത് തുടങ്ങി. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് അതിൻ്റെ 1 year കംപ്ലീറ്റ് ചെയ്യണ ദിവസമായിരുന്നു. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് പോലെ കൗമുദി TV ഈ സമയത്ത് വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. തുടങ്ങിയപ്പം കുറച്ച് ഓരോ സപ്ലയേഴ്സിനെ കിട്ടി. അവിടുന്ന് കുറച്ച് സാരീസ് സൽവാസ് തുടങ്ങി, പിന്നെ കുറച്ച് കുർത്തീസായി. അങ്ങനെ ഇതങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സ്, വെൽ വിഷേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം എൻ്റെ മോള്, എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ, അവരാണ് പേജ് ക്രിയേറ്റ് ചെയ്തു. അവർ ഇതിൽ ഒരു ഭയങ്കര വലിയ സപ്പോർട്ടായിരുന്നു അവരുടേത്. അങ്ങനെ എൻ്റെ ഡ്രീം കം ട്രൂ ആയിട്ട് ഒരു ഡ്രീം ഡ്രേപ്സ് എന്ന ഒരു പേജ് ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തു. ഡ്രീം ഡ്രേപ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് സാരീസ് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അപ്പം സെലക്ഷനിലാണെങ്കിലും ഞാൻ സാരീസ് എനിക്ക് എൻ്റെ ടേസ്റ്റിന് നോക്കി നല്ലത് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു യുണീക്നെസ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ മാക്സിമം പോസിബിൾ അതൊരു എക്സ്ക്ലൂസീവ് വെറൈറ്റി ഓഫ് സാരീസാണ് ഞാൻ എടുക്കാറ്. എല്ലാവരും തന്നെ എൻ്റെ കളക്ഷൻസിനെ കുറിച്ച് ഫേസ്ബുക്കിലായാലും പേഴ്സണലായിട്ടും ഒക്കെ ഒരുപാട് നല്ല അപ്രീസിയേഷൻ ആയിരുന്നു. നല്ല കളക്ഷൻസാണെന്നുള്ളത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ക്ലൂസിവിറ്റി ആൻഡ് യുണീക്നെസ് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ഡ്രീം ഡ്രേപ്സിൻ്റെ കാര്യത്തിൽ. വസ്ത്രങ്ങൾ സാരീസിൽ എല്ലാ ടൈപ്പ് ഓഫ് സാരീസും ഉണ്ട്. ടസ സിൽക്സ് ഉണ്ട്, മഹേശ്വരി സിൽക്സ്, കോട്ട, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് പ്ലേസസ് നിന്ന് വരുന്നുണ്ട് ഈ സാരീസൊക്കെ. ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നായിട്ട് ഞാൻ തിരഞ്ഞെടുക്കണം. ഒരു ലോട്ട് എടുത്ത് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് അപ്രോച്ച് ചെയ്യും. കാരണം എപ്പോഴും ഒരേപോലത്തെ സാരി ഇട്ട് കഴിയുമ്പോൾ അതൊരു ആൾക്കാരെ അത് അട്രാക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും നോക്കുന്നതും വെറൈറ്റി സാരീസും ഒക്കെയാണ്. അപ്പം മാക്സിമം എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ സെലക്ട് ചെയ്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ലൈബ്രറി സയൻസിൻ്റെ കോഴ്സൊക്കെ ചെയ്ത് ഞാൻ ലൈബ്രറിയനായിട്ടാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. ബട്ട് അത് സംഭവം എനിക്കത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാനും എൻ്റെ സമയത്തിനനുസരിച്ച് ചെയ്യാനും പറ്റിയൊരു വെഞ്ചറായിട്ട് ഞാനിത് തുടങ്ങിയതാണ്. ഈ ഫീൽഡിലെന്ന് പറയുമ്പോൾ സാരീസിനോടുള്ള ഒരു ടേസ്റ്റും സാരീസിനോടുള്ള ഒരു ക്രേസ് എന്ന് പറയാം, അതുകൊണ്ട് തുടങ്ങിയതാണ്. ആദ്യം ഒന്ന് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ കുറച്ച് നമുക്ക് സപ്ലൈസിനെ കിട്ടാനും നമ്മുടെ റേഞ്ച് ഓഫ് സാരീസും സൽവാസും കിട്ടാനും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു ദൈവസഹായം എല്ലാം സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോയി. കസ്റ്റമേഴ്സിൻ്റെ സോഫാർ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. ഈ 1 year എക്സ്പീരിയൻസിൽ എല്ലാവരും തന്നെ എൻ്റെ സാരീസും കളക്ഷൻസും നല്ലതാണെന്ന് പറഞ്ഞ് പലരും വേർഡ് ഓഫ് മൗത്ത് പറഞ്ഞിട്ട് പല ഭാഗത്തു നിന്നായിട്ട് കസ്റ്റമേഴ്സ് വന്ന് അന്വേഷിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഫാമിലി സപ്പോർട്ടാണ് മെയിൻ. എനിക്ക് ഫാമിലി റിലേറ്റീവ്സും ഒക്കെയാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്തുനിന്ന് എടുക്കുന്നതും അവർ കൂടുതലും ഇപ്പോൾ സാരീസൊക്കെ പുറത്ത് ഷോപ്സിൽ കിട്ടുമെങ്കിലും
എന്നെ വിളിച്ച് എൻ്റെ സാരീസ് തന്നെ പലരും വാങ്ങിക്കാറുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഇത് എന്നെ കൊണ്ടാവുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകണം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കി കുറേ കൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കുറേ കൂടെ യുണീക്കായിട്ടുള്ളതും എക്സ്ക്ലൂസീവായിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഷോപ്സ് ഒന്നും തുടങ്ങാൻ എനിക്ക് ഐഡിയ ഇല്ല. കാരണം എനിക്ക് എൻ്റെ സമയത്തിന് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാനാണ് ഇഷ്ടം. ഷോപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ഫുൾ ടൈം അതിൽ എൻഗേജ്ഡ് ആവണം. പിന്നെ രാവിലെ പോയി വൈകിട്ട് വരെ അവിടെ ഇരിക്കണം. അതൊന്നും എനിക്ക് അത്ര ഒരു വലിയൊരു എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ട്, ബാംഗ്ലൂർ, മദ്രാസ്, പല ഭാഗത്തുനിന്നും ഓൺലൈൻ വഴി എനിക്ക് കോൺടാക്ട്സ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ റിലേറ്റീവ്സ്, അവരുടെ കസിൻസ്, അങ്ങനെ പേജ് ഷെയർ ചെയ്ത് പോയിട്ട് പലരും അറിയാത്ത ആൾക്കാരും എല്ലാവരുടെ അടുത്തും എനിക്ക് വരുന്നുണ്ട്, എൻക്വയറി വരുന്നുണ്ട്. കുട്ടികൾക്ക് മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഒരു സെറ്റിൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ഓക്കെയാണ്. കുട്ടികൾക്ക് ഇതിലും കുറച്ചും കൂടെ അംബീഷ്യസ് ആയിരിക്കും. പക്ഷേ അവർക്ക് ഡിസൈനേഴ്സ് ആവാം. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ചെറിയൊരു കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മളൊക്കെ കുറച്ചുകൂടെ ഏജിൽ അഡ്വാൻസ് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനിയിപ്പം മുന്നോട്ട് പോണ ഡ്രീം ഡ്രേപ്സ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്ത് പുതിയ ട്രെൻഡ് നോക്കി സെലക്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിലുള്ള സാരീസും സൽവാസും കൊണ്ടുവന്ന് ഓൺലൈൻ സെയിൽ ചെയ്യണം. അതിന് സപ്പോർട്ട്, വീട്ടിലെ ഫാമിലി സപ്പോർട്ടാണ് എനിക്ക് മെയിൻ. എൻ്റെ ഹസ്ബൻഡ് മാർക്കറ്റിങ്ങിലായതുകൊണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു മോളേ ഉള്ളൂ എനിക്ക്. മോള് കല്യാണമൊക്കെ കഴിഞ്ഞ് US-ലാണ്. അപ്പോൾ അവരും ഒക്കെ അവിടെ ഇരുന്ന് ഗൈഡൻസ് തരും. മോള്, സണിലോ, കൊച്ചുമോളെല്ലാവരും അവർക്കൊക്കെ ഈ സാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ 2 പേരും ഇപ്പോൾ ഒരു സെയിലാണേലും അപ്ലോഡ് ചെയ്യാനും അവർ സെലക്ട് ചെയ്യാനും ഒക്കെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ ഒക്കെ ഇതാക്കും. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പം എൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ് സജസ്റ്റ് ചെയ്തത്, എന്തുകൊണ്ട് ഇങ്ങനെ സാരീസ് എപ്പോഴും ഇഷ്ടമാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ എൻ്റെ സ്വപ്നം ആയതുകൊണ്ട് അതിനൊരു ഡ്രീം ഡ്രേപ്സ് എന്നുള്ളൊരു പേരും വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെട്ടെന്നൊരു തീരുമാനം എടുത്ത് തുടങ്ങിയൊരു വെഞ്ചറാണ്. ഞാൻ അങ്ങനെ അധികം ഒരു ഹോംവർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ പ്ലാൻ ചെയ്തിട്ടോ തുടങ്ങിയതല്ല. ബട്ട് അതെന്തോ എൻ്റെ ഒരു ഭാഗ്യം പോലെ അത് ടേക്ക് ഓഫ് ചെയ്തു. പുതിയ കളക്ഷൻസിന് ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സപ്ലയേഴ്സിനെയും മാനുഫാക്ചറേഴ്സിനെയും വീവേഴ്സിനെയും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പുതിയ കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട്. ഇതിപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് ഞാൻ വലിയൊരു ബിസിനസ് വുമൺ ആയിട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയ തോതിലാണ് ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് എനിക്ക് കൗമുദി TVന്ന് ലേഡീസ് അവറിലേക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചതും ഒരുപാട് നന്ദിയുണ്ട്. അതും പ്രത്യേകിച്ച് ഇന്ന് ഈ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണ ദിവസം ആയതുകൊണ്ട് കുറച്ചും കൂടെ എനിക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ ലേഡീസ് അവർ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇതൊരു ശരിക്കും ഒരു ലേഡീസിന് അങ്ങനെ ഓരോ വെഞ്ചറിൽ ഇറങ്ങുന്ന ലേഡീസിന് ഒരു വലിയ പ്രചോദനം തന്നെയാണ്. TV ചാനൽസിൽ ഇങ്ങനെ ലേഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്വന്തം കാലിൽ ലേഡീസ് നിൽക്കാൻ ഇപ്പം ഒരുപാട് ലേഡീസ് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരും ഇതിലോട്ട് ഇറങ്ങാൻ വൺ ഓഫ് ദ റീസൺസ് ഇങ്ങനത്തെ നിങ്ങളുടെയൊക്കെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ്. അതിന് കൗമുദി ചാനലിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.